ഏഷ്യ ലൈവ് ടി വിയിലേക്ക് ഇവർക്കും സ്വാഗതം. ഞാൻ പുതിയൊരു ടിപ്സുമായിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത്. അപ്പം എന്താണെന്ന് നിങ്ങൾക്കൊരു സംശയം വരാം, ഇനിയിപ്പോൾ ഇന്ന് എന്താണ് ഞാൻ പറയാൻ പോകുന്നത്. നമുക്ക് നമ്മുടെ മുഖത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട, നമ്മൾ നേരെ ഒരാളെ നോക്കുമ്പോൾ കാണുന്ന ആണ് നമ്മുടെ കണ്ണുകൾ. പണ്ട് കവികളൊക്കെ പറഞ്ഞിട്ടുണ്ട്, നീലോൽപ്പല മിഴികൾ എന്നൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ കണ്ണുകളുടെ ഭംഗി നമുക്കൊരു പ്രധാന ഒരു ഘടകം തന്നെയാണ്. കാരണം കണ്ണ് നമ്മൾ നന്നായിട്ട് സൂക്ഷിക്കുകയാണെങ്കിൽ നമ്മുടെ ഭംഗി, നമ്മൾ സംസാരിക്കുമ്പോൾ കണ്ണുകൾ വെച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭംഗി കൂട്ടുക എന്ന് പറയുന്നത് നമുക്ക് ഏവർക്കും ഒരു സന്തോഷമുള്ളൊരു കാര്യമാണ്. അപ്പോൾ കണ്ണ് എങ്ങനെയൊക്കെ ശ്രദ്ധിക്കാം എന്ന കാര്യം നമുക്ക് നോക്കാം. കണ്ണിൻ്റെ ഒരു പ്രധാനം എന്ന് പറഞ്ഞാൽ, നമുക്ക് സ്ട്രെസ്സ് കൂടുകയോ ടെൻഷൻ കൂടുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്കത് വളരെ പെട്ടെന്ന് തന്നെ ഡാർക്ക് സർക്കിൾ വരാനും ക്ഷീണം വരാനും പെട്ടെന്ന് ഡൗൺ ആകുന്ന ഭാഗം. നമ്മളെ ഒരു ആൾ കാണുമ്പോൾ നമ്മൾ എങ്ങനെ ക്ഷീണം തോന്നും നമ്മുടെ കണ്ണുകൾ കണ്ടിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ആ ഒരു ക്ഷീണം, അപ്പോൾ എപ്പോഴും തിരക്കിട്ട ജീവിതത്തിൽ നമ്മൾ കണ്ണുകൾക്ക് ശ്രദ്ധ കൊടുക്കുന്നത് വളരെ കുറവാണ്. അപ്പോൾ അതിനെന്തൊക്കെ നമുക്ക് ചെയ്യാം? അപ്പോൾ നിങ്ങൾക്ക് തന്നെ എല്ലാവർക്കും അറിയാം, പലപ്പോഴായിട്ട് പലരും പറഞ്ഞായാലും നിങ്ങൾ വായിച്ചറിഞ്ഞായാലും അറിയാം, നമ്മൾ ടീ ബാഗ്സ് വെക്കുക, കുക്കുംബർ ജ്യൂസ് വയ്ക്കുക, അതൊക്കെ ശരി തന്നെ, എല്ലാം നല്ലതാണ്. പക്ഷെ അപ്പം ഒരു കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ജോലിക്ക് നിൽക്കുന്ന ആളാണെങ്കിൽ ഇടയ്ക്ക് നമ്മളൊന്ന് റെസ്റ്റ് കൊടുക്കുന്നത് എപ്പോഴും നല്ലതാണ്. എന്ന് പറഞ്ഞാൽ ഒരു 10 മിനിറ്റ് കണ്ണടച്ചിരിക്കുക, അല്ലെങ്കിൽ ഒരു 5 മിനിറ്റെങ്കിലും കണ്ണടച്ചിരിക്കുക. ഗ്ലാസ്സുകൾ നമ്മൾ ഉപയോഗിക്കുന്നു, കമ്പ്യൂട്ടർ കൂടുതൽ ഉപയോഗിക്കുമ്പോൾ ഗ്ലാസ്സുകൾ വെച്ച് നമുക്ക് കമ്പ്യൂട്ടർ ഉപയോഗിക്കുക. ഇതൊക്കെ കണ്ണിന് സ്ട്രെയിൻ കുറയ്ക്കാൻ നല്ലതാണ്. രാവിലെ ഓഫീസിൽ പോകുന്നു അല്ലെങ്കിൽ കോളേജിൽ പോകുന്നവർ തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഉടനെ കുറച്ച് പാൽപ്പാട, എപ്പോഴും നല്ലതാണ് പാൽപ്പാട. കണ്ണിൻ്റെ ക്ഷീണം മാറ്റാൻ മാത്രമല്ല, ഈ കൂടുതൽ സ്ട്രെയിൻ, ഈ ഡാർക്ക് സർക്കിൾ വരുമ്പോൾ എന്താ പ്രശ്നം എന്ന് പറയുമ്പം ഒരു റിങ്കിൾസ് പോലെ വരും, ഇങ്ങനെ ഒരു വര പോലെയൊക്കെ ക്ഷീണം കൊണ്ടുണ്ടാകുന്ന സ്കിന്നിൻ്റെ ആ കൺതടത്തിൻ്റെ താഴെ ഇങ്ങനെ റിങ്കിൾസ് വരാൻ സാധ്യതയാണ്. അതിനാണ് പാൽപ്പാട വെച്ച് ഇതൊന്നും നമ്മൾ ഒത്തിരി അന്വേഷിച്ച് പോകണ്ട. പാൽപ്പാട നമുക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴേ പറയണം അമ്മയോടോ, അല്ലെങ്കിൽ നമ്മൾ തന്നെ ആണെങ്കിൽ നമ്മൾ തന്നെ അത് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചു വരുന്ന സമയത്ത്, ഈവനിങ് സമയത്ത് നമ്മൾ തിരിച്ചു വരുമ്പോൾ നമുക്ക് ഈ പാൽപ്പാട വെച്ചൊന്ന് മസാജ് ചെയ്യാം. ഇതെന്ന് പറയുമ്പോൾ നമുക്കൊരു ഭയങ്കര റിലാക്സേഷൻ, നമുക്കൊരു ബ്ലഡ് സർക്കുലേഷൻ കൂടുമ്പോൾ തന്നെ കണ്ണിനൊരു ആ ക്ഷീണം മാറ്റാൻ സാധിക്കും. അതുപോലെ തന്നെ കണ്ണിന് നമുക്ക് ഒരുപാട് അറിയാമെന്ന് പറഞ്ഞു, വെള്ളരിക്കയുടെ ജ്യൂസൊക്കെ അറിയാം. വേറെയും ഒരുപാട് സാധനങ്ങളുണ്ട്. പുതിനയില അരച്ച് നമ്മുടെ ഈ ഡാർക്ക് സർക്കിൾ മാറാൻ നല്ലതാണ്. പുതിനയില അരച്ച് ഒരു കോട്ടണിൽ അത് വെച്ചിട്ട് കണ്ണടച്ച് കുറച്ച് നേരം, അപ്പം നമുക്കതൊരു റിലാക്സേഷൻ കിട്ടുമ്പോൾ തന്നെ നമ്മുടെ ബോഡിയും മനസ്സും ഒക്കെ നമ്മളിങ്ങനെ റിലാക്സ് ചെയ്ത് കിടക്കുമ്പോൾ തന്നെ കണ്ണിൻ്റെ ക്ഷീണം മാറ്റാൻ സാധിക്കും. അതുപോലെ നമ്മൾ പുറത്തിറങ്ങുമ്പോൾ കണ്ണിന് വെയിലായിട്ട് നമ്മൾ എപ്പോഴും വെച്ചുകൊണ്ട് പോകരുത്. കുറച്ച് നമ്മൾ മോയ്സ്ചറൈസറൊക്കെ ഇട്ട് കഴിഞ്ഞ് കണ്ണൊക്കെ എഴുതിക്കൊണ്ട് തന്നെ നടക്കണം. കാരണം നമ്മളൊരു സ്ഥലത്ത് ചെല്ലുമ്പോൾ നമ്മളുടെ ആ ലുക്കിലാണ് പകുതി നമ്മളുടെ ആൾക്കാർ നമ്മളിലുള്ള വിശ്വാസം വർദ്ധിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് കണ്ണ് വളരെ ശ്രദ്ധിച്ചുകൊണ്ട് നടക്കണം. അതുപോലെ തന്നെ നമുക്കിപ്പോൾ ഒരുപാട് ഈ മുന്തിരിങ്ങയുടെ ജ്യൂസ് നല്ലതാണ്. അത് ഒരുപാട് കാര്യങ്ങളുണ്ട്. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന എന്ത് കാര്യങ്ങളാണോ നിങ്ങളത് ചെയ്യുന്നത് നല്ലതാണ്. കണ്ണുകൾക്കും ആ കറ്റാർവാഴയുടെ ജെല്ലിടുന്നത് നല്ലതാണ്. അപ്പം നമ്മൾ എന്തെങ്കിലും ഒരു ക്രീം വെച്ച് മസാജ് ചെയ്യുന്നതിന് പകരമാണ് പാൽപ്പാട വെച്ച് മസാജ് ചെയ്യുന്നത്. പിന്നെ ആ മസാജ് ചെയ്ത ശേഷം ഒരു കൂളിംഗ് എഫക്റ്റ് കിട്ടാൻ വേണ്ടി വേണമെങ്കിൽ നമുക്കൊരു കുക്കുംബർ ജ്യൂസ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഐസ് ക്യൂബ് വെക്കാം. കണ്ണിന് കുളിർമ കിട്ടാനും നമുക്കത് നല്ലതാണ്. ഐസ് ക്യൂബ് പോലെ നമ്മളൊരു വെള്ളരിക്കയുടെ ക്യൂബൊക്കെ ഉണ്ടാക്കി വെച്ച് വെക്കുക. ഇതൊക്കെ നമ്മളൊന്ന് ഫ്രിഡ്ജിൽ സമയം കിട്ടുന്ന സമയത്ത് ഉണ്ടാക്കി വെച്ചേക്കണം. അപ്പം നമുക്ക് ഇതൊന്ന് ഇടയ്ക്കിടയ്ക്ക് എടുത്ത് വെക്കാനൊക്കെ സാധിക്കും. പിന്നെ ഒരുപാട് പിന്നെ നമുക്ക് ബോഡിയിൽ എന്തെങ്കിലും ഈ പ്രശ്നങ്ങളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനെ ഒരു പിഗ്മെന്റേഷൻ വരുന്ന ചിലവർക്ക് പാരമ്പര്യമായിട്ട് വരും. അങ്ങനെയുള്ളതൊക്കെ ഒരു പരിധി വരെ നമുക്ക് കുറയ്ക്കാൻ പറ്റുള്ളൂ. കുറച്ച് ചിലവർക്ക് ജനിക്കുമ്പോഴേ നമ്മുടെ പാരമ്പര്യമായിട്ട് വരുന്ന ഒരു കണ്ണിൻ്റെ കറുപ്പൊക്കെ കുറയ്ക്കാൻ പാടാണ്. അപ്പം അല്ലാതെ നമ്മൾ സ്ട്രെസ് കൊണ്ട് ഉണ്ടാകുന്ന കാര്യങ്ങൾ നമുക്ക് ഈ കാര്യങ്ങൾ കൊണ്ടെല്ലാം നമുക്ക് മാറ്റാൻ സാധിക്കും. അതുപോലെ തന്നെ ബദാം ഓയിലിട്ട് മസാജ് ചെയ്യുന്നത് നല്ലതാണ്. ബദാം ഓയിലും കറ്റാർവാഴ എന്ത് വേണമെങ്കിലും നമുക്ക് അതിൻ്റെ കൂടെ ആഡ് ചെയ്യും. ഇപ്പം ഇന്നതിൻ്റെ കൂടെ ഒന്നുമില്ല, നമുക്ക് എല്ലാം ഇതിൻ്റെ കൂടെ ചേരുന്നതാണ്.
അത് വെച്ചൊന്ന് മസാജ് ചെയ്താലും ആ ബ്ലഡ് സർക്കുലേഷൻ കൂടുന്നതനുസരിച്ച് കണ്ണിൻ്റെ കറുപ്പ് കുറയ്ക്കാൻ സാധിക്കും. ഒരുപാട് സ്ട്രെയിൻ, ഞാൻ പറയേണ്ട ഒരു കാര്യം, ഒരുപാട് സ്ട്രെയിൻ എടുക്കുമ്പോൾ ഒന്ന് റിലാക്സ് ചെയ്യുന്നത് എപ്പോഴും നല്ലത് തന്നെയാണ്. ഇപ്പോഴത്തെ കുട്ടികൾ നമ്മൾ മൊബൈൽ ഒരുപാട് യൂസ് ചെയ്യുന്നതാണ്. അത് ശരിക്കും കണ്ണിൻ്റെ കറുപ്പ് കൂടാനും കണ്ണിന് തൂക്കം വരാനും ഒക്കെ കാരണമാകും. അതുകൊണ്ട് കുറേ നമ്മളൊരു ചിട്ടയോടുകൂടിയുള്ളൊരു ജീവിതം നമ്മൾക്ക് വേണം. നമ്മൾ ഒരുപാട് ഓവർ നൈറ്റ് ഇരുന്ന് ഈ മൊബൈലിൽ നോക്കുന്നതൊക്കെ നിർത്തണം. കണ്ണിന് റിലാക്സേഷൻ കൊടുത്താൽ മാത്രമേ കണ്ണിൻ്റെ കറുപ്പ് നമുക്ക് കുറയുള്ളൂ. പിന്നെ ഇനി എന്നും പറയുന്ന പോലെ നമ്മൾ വെള്ളം നന്നായിട്ട് കഴിക്കണം. വൈറ്റമിൻ എ അടങ്ങിയ ഫുഡ് നമ്മൾ കഴിച്ചിരിക്കണം. കാരണം വൈറ്റമിൻ എ കണ്ണിന് അത്യാവശ്യമാണ്. അപ്പോൾ അതിന് വേണ്ടിയുള്ള ഭക്ഷണക്രമങ്ങളും കൂടെ ക്രമീകരിക്കണം. സ്ട്രെയിൻ കുറയ്ക്കണം, ടെൻഷൻ കുറയ്ക്കണം. ഇതെല്ലാം കുറച്ച് കഴിയുമ്പോൾ കണ്ണും നമുക്ക് ഭംഗിയാക്കി നമുക്ക് വെക്കാൻ സാധിക്കും. എപ്പോഴും നമ്മൾ ആ കണ്ണിനെ മനോഹരമായി എഴുതിക്കൊണ്ട് നടക്കുകയാണെങ്കിൽ തന്നെയും നമ്മുടെ ആ ഒരു പ്ലീസിങ്, ഒരു പ്ലസന്റ് ലുക്ക് നമ്മൾ എപ്പോഴും കൊടുക്കണം കണ്ണിന്. എന്നും നമുക്ക് എല്ലാവരെയും പോലെ തന്നെ നമുക്ക് കണ്ണും നമുക്ക് സുന്ദരമാക്കി വെക്കാൻ സാധിക്കും.